ദൈവവചനത്തിൽ നിന്ന് യെഹെസ്കേലിന്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മൾ ഈ യെഹെസ്കേലിന്റെ പുസ്തകം നോക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് 37-ാമത്തെ അധ്യായം. കർത്താവിന്റെ ശുശ്രൂഷക്കാർ വളരെ അധികം ശുശ്രൂഷ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വേദഭാഗമാണ് 37-ാമത്തെ അധ്യായം. നമ്മളും പല ആവർത്തി ഈ കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ച് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. വീണ്ടും നമുക്ക് അതിലേക്ക് തന്നെ നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 37-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയും. ഇവിടെ 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ഇതിന്റെ കാരണം ആ അസ്ഥികൾ എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി എന്നതാണ്. ഉണങ്ങിയ ഒരു അസ്ഥി കൂമ്പാരത്തിന്റെ നടുവിലേക്ക് ഒരു പ്രവാചകനെ ദൈവം എന്ത് ചെയ്യുന്നു? അയക്കും. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ളൊരു ചോദ്യം പ്രവാചകനോട് ദൈവം എന്ത് ചെയ്യുന്നു? ചോദിക്കും. പ്രവാചകന്റെ വിശ്വാസത്തെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പ്രവാചകനോട് ചില കാര്യങ്ങൾ പറയുന്നു. അതിനനുസരിച്ച് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഈ ഉണങ്ങിയ അസ്ഥികൾ ഒരുമിച്ച് കൂടുന്നു. അതിന് മാംസം എന്ത് ചെയ്യുന്നു? പൊതിയുന്നു. ഞരമ്പുകൾ പൊതിയുന്നു. ത്വക്ക് പൊതിയുന്നു. 4 ദിക്കിൽ നിന്നുള്ള കാറ്റിനോട് പ്രവചിച്ച് ജീവശ്വാസം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സൈന്യമായിട്ട് ഈ അസ്ഥികൾ എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഈ ഉണക്കപ്പെട്ട അനുഭവത്തിലിരിക്കുന്ന അസ്ഥികൾക്ക് എന്താവശ്യമാണ്? ജീവൻ. ആ ജീവൻ ഉണ്ടാവുകയും പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാവുകയും മുടിഞ്ഞിരിക്കുന്നു എന്നുള്ള അനുഭവത്തിൽ നിന്ന് ദൈവിക ആനന്ദത്തിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരേണ്ടുന്നതിന്റെ ആവശ്യകത എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും ഉള്ള ഒരു ആഗ്രഹമാണ്. ദൈവിക സമൃദ്ധിയിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ദൈവിക സമൃദ്ധിയിലേക്ക് ഞങ്ങൾ മടങ്ങി വരണം. പണ്ട് കാലങ്ങളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ ആരാധനയോ പ്രാർത്ഥനയും ഉപവാസവും അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള പല കാര്യങ്ങളിൽ രക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആദ്യ സ്നേഹം, ആദ്യ വിശ്വാസം, ആദ്യത്തെ പ്രത്യാശ, ആദ്യ കാലത്തിലെ കൂട്ടായ്മ, ആദ്യകാലത്തിലെ സുവിശേഷീകരണം, ഇങ്ങനെ പ്രാരംഭ സമയത്തിൽ ഉണ്ടായിരുന്ന ദൈവപ്രവൃത്തികൾ കാലഘട്ടം കഴിയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ശോഷിച്ചു പോവുകയും ശുഷ്കിച്ചു പോവുകയും അതിന്റെ ജീവന്റെ അംശം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോവുകയും അസ്ഥികളായി മരുഭൂമിയിൽ ചെതറപ്പെട്ടു പോയ അനുഭവത്തിന്റെ മധ്യത്തിൽ ഇതിനെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ കഴിയുമോ എന്നുള്ള ദൈവത്തിന്റെ ചോദ്യത്തിന് മുൻപിൽ പ്രവാചകൻ നിൽക്കുകയാണ്. ദൈവവചനത്തിൽ നമ്മൾ വരാം. 37-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥമായ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ കൈ എന്നെ എന്ത് ചെയ്യണം? തൊടണം. ദൈവത്തിന്റെ കൈ തൊടാതെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവാണ് ബോധ്യപ്പെടുത്തുന്നത്. ദൈവം നമ്മെ തൊടുമ്പോഴാണ് പാപബോധമുണ്ടാകുന്നത്. ജീവിതത്തിന്റെ യഥാർത്ഥമായ അവസ്ഥകളെ നമുക്ക് കാണിച്ചു തരുന്നു. നമ്മൾ പ്രാരംഭത്തിൽ നമ്മുടെ ആത്മീയമായ അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ അറിയണമെങ്കിൽ ദൈവം എന്നെ തൊടണം. ദൈവം എന്നെ തൊടാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ അവസ്ഥ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാൻ പറ്റത്തില്ല. ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന സഭാജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ തൊടാതെ സഭാജീവിതത്തിലെ അവസ്ഥ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാനായിട്ട് പറ്റത്തില്ല. ഒരു സഭയിൽ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ ആത്മാവിന്റെ ഐക്യതയിൽ നമ്മളായിരിക്കാൻ ദൈവാത്മാവ് നമ്മെ എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലിക അധികാരത്തിന് വിധേയപ്പെട്ടുകൊണ്ടായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു.
പ്രവാചന ശുശ്രൂഷയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. സുവിശേഷീകരണത്തിന്റെ ഒരു വലിയ ദൗത്യം ദൈവസഭയിൽ നമ്മെ കുറിച്ച് ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ദൈവികമായ ഇടയ ശുശ്രൂഷയിൽ വിധേയപ്പെട്ടുകൊണ്ടായിരിക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിലെ ഉപദേശങ്ങളിൽ കീഴ്പ്പെട്ടായിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവിക ചട്ടങ്ങളിൽ നമ്മൾ വിധേയത്തോടു കൂടിയായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യഹോവയുടെ കൈ എന്നെ തൊടാത്ത പക്ഷം ദൈവസഭയുടെ ആ ആഴമായ കൂട്ടായ്മയുടെ അനുഭവങ്ങളെ കുറിച്ച് ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാൻ പറ്റത്തില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ കൈ തൊടാതെ ആത്മമണ്ഡലത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അറിയുവാൻ സ്വയശക്തി കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മമണ്ഡലത്തെ കാര്യങ്ങൾ, അവസ്ഥകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അറിയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്, ദൈവസഭയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരസ്പർശനത്താൽ അല്ലാതെ സഭയിൽ ആക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും ആ സഭയുടേതായിട്ടുള്ള കാര്യങ്ങളിലെ അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാൻ കഴിയത്തില്ല. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ ഓരോ വ്യക്തികൾക്കും ദൈവം വച്ചിരിക്കുന്ന ദൈവികമായ ചില പ്രവൃത്തികളുണ്ട്. ദൈവം വെറുതെ എന്ത് ചെയ്തിട്ടില്ല, നമുക്കൊരു കുടുംബം ദൈവം എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ദൈവം വച്ചിരിക്കുന്ന കുടുംബത്തിൽ നമ്മൾ എങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ ആയിരിക്കുന്നു എന്ന് നമ്മൾ അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യണം? സ്പർശിച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വ്യക്തിപരമായും ആത്മീയമായ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയും, നമ്മുടെ സഭയുടെ അവസ്ഥയും, നമ്മളായിരിക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥയും, ഭൗമികമായ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയും, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സാക്ഷ്യ ജീവിതത്തിന്റെ അവസ്ഥയും എന്നിത്യാദിയുള്ള ഒരു മനുഷ്യനായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, സഭയുമായിട്ടുള്ള ബന്ധത്തിൽ, കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ, ദേശവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ യഹോവയുടെ കൈ തൊടാത്ത പക്ഷം നമുക്കത് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇങ്ങനെ പ്രവാചകന്റെ അടുക്കൽ ദൈവത്തിന്റെ കൈ എന്ത് ചെയ്തു? വന്നു. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ദൈവത്തോട് ആവശ്യപ്പെടാനുള്ളതും, കർത്താവെ, നിന്റെ കൈ എന്നെ എന്ത് ചെയ്യണം? തൊട്ട് ഉണർത്തി ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് എനിക്ക് എന്ത് ചെയ്യണം? എന്നെ ഒന്ന് കാണിച്ചു തരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, യഹസ്കേലിനെ തൊട്ട ദൈവം, യഹസ്കേലിന് ചില വെളിപ്പാടുകളെ വെളിപ്പെടുത്തി കൊടുത്ത ദൈവം, യഹസ്കേലിന് ചില അവസ്ഥകളെ വെളിപ്പെടുത്തി കൊടുത്ത ദൈവം, എന്റെ ജീവിതത്തിലും ആ കരസ്പർശനത്താൽ ദൈവം ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? വെളിപ്പെടുത്തി നൽകും. ഇവിടെ ദൈവത്തിന്റെ കൈ തൊട്ടതിന് ശേഷമുള്ള സമൃദ്ധിയുടെ കാര്യങ്ങളല്ല ദൈവം എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തുന്നത്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഭീകരമായ അവസ്ഥയാണ്. ദൈവത്തിന്റെ കൈ തൊട്ടപ്പോൾ യഥാർത്ഥമായ അവസ്ഥ എന്ന് പറയുന്നത് അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ട ഒരു താഴ്വാരത്തിന്റെ അനുഭവത്തെയാണ് കണ്ടതെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തൊടുമ്പോഴും നമ്മുടെ യഥാർത്ഥമായ അവസ്ഥകൾ, അതിന്റെ ജീവനില്ലാത്ത അവസ്ഥകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും? ബോധ്യമുണ്ടാകും. ഇന്ന് ഒത്തിരി ആൾക്കാർ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള ധനസമൃദ്ധിയുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ ഉയർച്ചകളുടെയും ഉന്നതികളെയും കുറിച്ച് കാര്യങ്ങൾ അവർ പ്രവചിക്കുമ്പോൾ, യഥാർത്ഥമായി ദൈവത്തിന്റെ കൈ ഹസ്കേലിനെ തൊട്ടപ്പോൾ ആ താഴ്വാരത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ യഥാർത്ഥമായി ഉള്ള അവസ്ഥയെ ദൈവം എന്ത് ചെയ്യുന്നു? പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വെളിപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല, അതിനുള്ള പരിഹാര മാർഗം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി കൊടുക്കുകയും ആ പരിഹാര മാർഗം അനുസരിച്ചപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് തനിക്ക് തന്റെ വിശ്വാസത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ, നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ ഇപ്രകാരം പറയപ്പെട്ടതുപോലെ ചിന്നിച്ചതറപ്പെട്ട അനുഭവത്തിൽ, ജീവനറ്റ അനുഭവത്തിൽ, മാംസമെല്ലാം ഉരുകിപ്പോയ അനുഭവത്തിൽ, അസ്ഥികളോട് ചേരാതെ വണ്ണം ചെതറിപ്പോയ അനുഭവത്തിലായിരുന്നാലും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം പറയുന്ന വചനപ്രകാരം വിശ്വാസത്തെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അവസ്ഥകൾക്ക് മാറ്റം തരാൻ കഴിയുന്ന ശക്തിയുള്ള ദൈവസന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി പ്രവാചകൻ എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുന്നു. വിശ്വാസത്തോടുകൂടി പ്രതികരിച്ചപ്പോൾ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി. സാഹചര്യങ്ങളെല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? മാറ്റിമറിച്ചുകൊണ്ട് വീണ്ടും
ദൈവം പഴയ അനുഭവത്തിലേക്ക് എന്ത് ചെയ്യുന്നു? മടക്കി കൊണ്ടുവരുന്ന അനുഭവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മെ എന്ത് ചെയ്യണം? പുറപ്പെടുവിക്കണം. നമ്മൾ എന്തോ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? അങ്ങനെ ഉറച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? പുറപ്പെടണം. അങ്ങനെ പുറപ്പെടാൻ കഴിയുന്നത് എന്തിനാലേ പുറപ്പെടാൻ കഴിയത്തുള്ളൂ? പരിശുദ്ധാത്മാവിനാലേ പുറപ്പെടാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ അവരായിരിക്കുന്ന ആ മൈൻഡ് സെറ്റപ്പിൽ നിന്ന് അവരെന്ത് ചെയ്യാൻ പറ്റില്ല? പുറപ്പെടുവിച്ച് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെടുവിച്ചപ്പോഴാണ് ഉള്ള അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റിയത്? കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ഉണർത്തപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നാം എന്ത് ചെയ്യണം? ഉണർത്തപ്പെടണം. ഫിലിപ്പോസിന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? എടുത്തുകൊണ്ടുപോയി ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക്. ആത്മാവ് പുറപ്പെടുവിച്ചു കൊണ്ടുപോകണം. ഇവിടെ യെഹെസ്കേലിനെയും ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? പുറപ്പെടുവിച്ചു കൊണ്ടുപോയി താഴ്വരയുടെ മധ്യത്തിൽ എന്ത് ചെയ്തു? കൊണ്ടുവന്ന് നിർത്തി. ജീവിതത്തിന്റെ ഏറ്റവും അടിത്തറയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ ആത്മാവ്. ഏറ്റവും ഉള്ളറകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും താഴ്വാരത്തിൽ നമ്മെ കൊണ്ടുവന്ന് നിർത്താതെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ കഴിയത്തില്ല. ഉപരിപ്ലവമായ കാര്യങ്ങളിൽ മനുഷ്യൻ കിടക്കുമ്പോൾ ജീവിതത്തിന്റെ താഴ്വാരയിൽ ആത്മാവിന്റെ അടിത്തട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക്, നമ്മുടെ വിചാരങ്ങളുടെ, വികാരങ്ങളുടെ, ഇച്ഛാശക്തിയുടെ അടിത്തട്ടിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് നിർത്തുമ്പോഴാണ് ദൈവത്തിന്റെ ജീവനുമായിട്ടുള്ള ബന്ധത്തിന്റെ അവസ്ഥ എന്താണെന്ന് എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നത്. അവിടെ നമ്മൾ കാണുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു പച്ചപ്പും അവിടെ കാണാത്തൊരവസ്ഥ. മരുഭൂമിയുടെ അവസ്ഥയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്, കാണുന്നത്. രണ്ടാമതോടെ കാണുന്നത് എന്താണ്? അവിടെ ജീവനുള്ള ഒന്നിനെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് രണ്ടാമത് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. മാത്രമല്ല ഭീകരമായ ഒരു അവസ്ഥയാണ് എന്ത് ചെയ്തത്? തനിക്കവിടെ കാണാൻ കഴിയുന്നത്. അസ്ഥികളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ഒന്നിനൊന്നോട് ചേരാതെ വണ്ണം ചെതറിക്കിടക്കുന്ന ജീവനറ്റ അനുഭവത്തെ താൻ എന്ത് ചെയ്യാണ്? കാണുകയാണ്. ഒരു ഭയാനകമായ കാഴ്ചയാണ് ഇവിടെ യെഹെസ്കേൽ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അവിടെ താഴ്വരയുടെ നടുവിൽ എന്ത് ചെയ്തു? നിർത്തി. ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെടുവിക്കുമ്പോഴും ദൈവം യഥാർത്ഥമായ കാര്യങ്ങളെ കാണേണ്ടുന്നതിന് വേണ്ടി, സകല കാര്യങ്ങളും വീക്ഷിക്കേണ്ടുന്നതിന് വേണ്ടി, ജീവിതത്തിന്റെ അവസ്ഥകളെ വീക്ഷിക്കേണ്ടുന്നതിന് വേണ്ടി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അവസ്ഥകളെ വീക്ഷിക്കേണ്ടുന്നതിന് വേണ്ടി, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ വീക്ഷിക്കേണ്ടുന്നതിന് വേണ്ടി, ദൈവം ആക്കി വെച്ചിരിക്കുന്ന സഭയിൽ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരേണ്ടുന്നതിന് വേണ്ടി, ദൈവ വേലയോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ ആ ദൈവ വേലയോടുള്ള ബന്ധത്തിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരേണ്ടുന്നതിന് വേണ്ടി, കുടുംബത്തിൽ നമ്മുടെ അവസ്ഥകളെ ദൈവം എന്താണെന്ന് കാണിച്ചു തരേണ്ടുന്നതിന് വേണ്ടി, ദൈവം ഏൽപ്പിക്കുന്ന സകല കാര്യങ്ങളിലും നമ്മളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് കാണിച്ചു തരാൻ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ അവസ്ഥകളിലേക്ക് വന്നപ്പോൾ ഇവിടെ പ്രവാചകന്റെ കണ്ണ് കാണുന്ന എന്താണ്? അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ഒരാവർത്തിയല്ല, രണ്ടാവർത്തിയല്ല, പല ആവർത്തി ദൈവം നമ്മുടെ അവസ്ഥകളെ കുറിച്ചൊന്ന് കാണുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളറകളിലൂടെ ചുറ്റി ചുറ്റി നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ എന്ത് ചെയ്യും? പുറപ്പെടുവിച്ച് നമ്മെ പല കാര്യങ്ങൾ എന്ത് ചെയ്യും? കാണിക്കും. ഒത്തിരി ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നതെന്നറിയോ? സമൃദ്ധിയുടെ കാര്യങ്ങൾ കാണാനാണ് അവരെന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സമൃദ്ധിയുടെ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ വല്ലതും കാണുന്നുണ്ട്. ഇവിടെ പ്രവാചകൻ കാണുന്ന സമൃദ്ധിയുടെ കാര്യമല്ല. എല്ലാ പ്രത്യാശയും എന്ത് ചെയ്തു? ഭംഗം വരുന്ന അനുഭവം, തീരെ മുടിഞ്ഞിരിക്കുന്ന അനുഭവം. ഇങ്ങനെയുള്ള മാനുഷികമായിട്ടുള്ള കരങ്ങൾ കൊണ്ട് യാതൊരു പരിഹാരവും വരുത്താൻ കഴിയാത്ത രീതിയിലെ ഒരു അവസ്ഥയിലേക്ക് കൈവിടപ്പെട്ടു പോകുന്ന, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ വരുമ്പോൾ ലോകപ്രകാരമുള്ള കാര്യങ്ങളുടെ മഹത്വമല്ല എന്ത് ചെയ്യുന്നത്? കാണിച്ചു തരുന്നത്. ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ദൃഢതയിൽ, ആ ജീവനിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ നിമിത്തമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെ കുറിച്ച് എന്ത് ചെയ്യും? ബോധ്യം തരും. നീതീകരണം ആവശ്യമാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്യും?
ബോധ്യം തരും. ആ നീതീകരണം ആവശ്യം എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം തരുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിലൂടെയാണ് ആ നീതീകരണം നമുക്ക് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. അല്ലാത്ത പക്ഷം ന്യായവിധിയെ കുറിച്ച് എന്ത് ചെയ്യും, ബോധ്യം വരും. ന്യായവിധിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരുടെ അവസ്ഥയാണ് യെഹെസ്കേൽ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ക്രമപ്പെടുത്താൻ ദൈവസഭയിൽ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ആ നീതീകരണം എന്നുള്ള അനുഭവത്തിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത പക്ഷം ന്യായവിധിയിലേക്ക് എന്ത് ചെയ്യും, പോകും എന്നുള്ള വാണിംഗ് കൂടെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെരമ്യാവിന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കാരണം അവിടെ കിടപ്പുണ്ട്. 22-ാം വാക്യം മുതൽ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെ കുറിച്ചാകട്ടെ ഹനനയാഗങ്ങളെ കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ യാഗങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല എന്നാണ് ഇവിടെ പറയുന്നത്. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ വാക്ക് കേട്ടനുസരിപ്പിൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. യാഗങ്ങളിലൂടെയോ മറ്റുള്ള കാര്യങ്ങളിലൂടെയോ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള കാര്യമല്ല, ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കണം എന്നുള്ള കാര്യമാണ് ദൈവം എന്ത് ചെയ്തത്, പറഞ്ഞു കൊടുത്തത്. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം നമുക്ക് സമീപമായിട്ടുണ്ട്. എഴുതപ്പെട്ട വചനത്തിന്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുന്നു, എഴുതിയിരിക്കുന്നു. ദൈവം പറയുന്നു, യെഹെസ്കേലിന്റെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ കേൾക്കുകയും കേട്ട് അനുസരിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യമാണ് ഇവിടെ ദൈവമക്കളോട് ദൈവം എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെട്ടത്. യിരെമ്യാവിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ, എന്റെ വാക്ക് കേട്ട് അനുസരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. ദൈവം അവിടെ പറയുന്ന കണ്ടീഷൻ എന്താണ്? എന്റെ വാക്ക് നിങ്ങൾ കേട്ടനുസരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എന്റെ ജനമായിട്ടും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടുന്നതിന്, അവിടെ വായിക്കുന്ന പദം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന്. ഏതൊരു വ്യക്തിയാണ് ജീവിതം നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കാത്തത്? ഏതൊരു വ്യക്തിയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തത്? എല്ലാ മേഖലകളിലും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു, നിങ്ങൾ നന്നായിരിക്കേണ്ടുന്നതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെ നടപ്പിൻ. പ്രാരംഭത്തിൽ പറഞ്ഞു, എന്റെ വചനം നിങ്ങൾ എന്ത് ചെയ്യുവിൻ, കേൾക്കുവിൻ. ഇവിടെ രണ്ടാമത് പറയുന്നത് എന്താണ്? എന്റെ വഴികളിൽ നിങ്ങൾ എന്ത് ചെയ്യുവിൻ, നടക്കുവിൻ. എന്തിനു വേണ്ടി? ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടുന്നതിന് വേണ്ടിയും നിങ്ങൾ നന്നായിരിക്കേണ്ടുന്നതിന് വേണ്ടിയും ദൈവം പറഞ്ഞ വാക്കുകൾ കേട്ട് അനുസരിപ്പിൻ. നിങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്ന വഴികളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ, നടക്കുവിൻ. ദൈവം ആവശ്യപ്പെട്ടില്ല, നിങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങളുടെ വലിയ ആരാധനയൊന്നും ദൈവം എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. വലിയ പാട്ടോ ആരാധനയൊന്നും ദൈവം എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. ഹനനയാഗങ്ങളെ കുറിച്ച് ദൈവം എന്ത് ചെയ്തില്ല, ചോദിച്ചിട്ടില്ല. ഹോമയാഗങ്ങളെ കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. ദൈവം പറഞ്ഞത് അവന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണം. ആ വാക്കുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, അനുസരിക്കണം. മാത്രമല്ല ദൈവത്തിന്റെ വഴി അവൻ എന്ത് ചെയ്യും, വെളിപ്പെടുത്തി തരുമ്പോൾ ആ വാക്കുകൾ കേട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവം എന്ത് ചെയ്തോളും, നന്നാക്കിക്കോളും. നിങ്ങൾ നന്നായിരിക്കും. ഹല്ലേലൂയ. അല്ലാതെ ഒരു ശുശ്രൂഷക്കാരൻ നിന്ന് എല്ലാവരും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നന്നായി വരുമോ? എന്നാ എളുപ്പമല്ലേ? ക്രമപ്പെടുത്തേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിരിക്കേണ്ടുന്നതിന് ദൈവത്തിന്റെ വഴികളിലൊക്കെയും നടപ്പിൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് എന്ത് ചെയ്തത്, കൽപ്പിച്ചത്. 24-ാം വാക്യം, എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ, കണ്ടോ പാളിച്ച പറ്റിയ ഇടം കണ്ടോ? അവർ എന്ത് ചെയ്തില്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കൂട്ടാക്കിയില്ല. ദൈവത്തിന്റെ വഴി അറിയാൻ എന്ത് ചെയ്തില്ല,
അവർ അത് കൂട്ടാക്കിയില്ല. അവർ ദൈവത്തെ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ. എത്ര ഭയാനകരമായ അവസ്ഥയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാതിരിക്കുന്നത്. യെഹെസ്കേലിൽ പ്രവാചകൻ താഴ്വരയിൽ ചെന്ന് നിൽക്കുമ്പോൾ അസ്ഥികളുടെ കൂമ്പാരം കണ്ടതിന്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ വാക്ക് കേട്ടില്ല, ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചില്ല, അവന്റെ വഴികൾ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. പക്ഷെ അവർക്ക് ആരാധന ഉണ്ടായിരുന്നു, ഹനനയാഗം ആരാധനയുണ്ടായിരുന്നു, ഹോമയാഗത്തിന്റെ ആരാധനകൾ ഉണ്ടായിരുന്നു. വളരെ ആരാധിക്കുന്ന വ്യക്തികളായിരുന്നു അവർ. പക്ഷേ വചനം കേൾക്കാനോ വഴികൾ, ദൈവ വഴികൾ അറിയാനോ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനത്തിങ്കിൽ ശ്രദ്ധ കൊടുക്കാനോ അനുസരിക്കാനോ കഴിയാതെ തങ്ങളുടെ സ്വന്തം ഹൃദയത്തിന്റെ ആലോചന, സ്വന്തം ഹൃദയത്തിലെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയും ദൈവസന്നിധിയിൽ ശാഠ്യത്താലും നടന്നു. മുൻപിലേക്കല്ല, പുറകിലേക്ക് തന്നെ പൊക്കളഞ്ഞു. റീസണാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ അവരുടെ അസ്ഥികൾ മരുഭൂമിയിൽ ചെതറിപ്പോയത് എന്നുള്ളത് കാണാൻ. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ദൈവം വെളിപ്പെടുത്തി നൽകുന്ന വചനത്തെ നീ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം അർത്ഥപൂർണമായി മാറും, നിന്റെ ജീവിതം അനുഗ്രഹമായി മാറും. അസ്ഥികൾ ഒരു മനുഷ്യന് അവന് രൂപഭംഗി എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നതാണ്. ആ രൂപഭംഗിയെ പിശാച് എന്ത് ചെയ്യും, തകർത്ത് കളയും. അവിടെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി വരുന്നു. എന്തുകൊണ്ടാണ് പ്രവാചകനോടത്ത് പറഞ്ഞത്, നീ അസ്ഥികളോട് വചനത്തെ എന്ത് ചെയ്യുക, പ്രവചിക്കാന്ന് പറയുമ്പോൾ ആ അസ്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോയതെന്താണ്, ജീവൻ നഷ്ടപ്പെട്ടു പോയി. ജീവൻ നഷ്ടപ്പെട്ടു ഏറ്റവും അധികം വരണ്ടതായും മാത്രമല്ല ഒരിക്കലും തമ്മിൽ ചേർക്കുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം ഭിന്നതയുടെ ആത്മാക്കൾ ദൈവജനത്തെ എന്ത് ചെയ്യുന്നു, ദൈവസഭയിൽ പോലും ചെതറിച്ച് കളയുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്ന് വീണ്ടും ജീവൻ ഉണ്ടാകേണ്ടുന്നതിന്, വിശ്വാസത്തോടുകൂടി പ്രവചിക്കേണ്ടുന്നതിന് ഉയരത്തിലെ ആത്മാവിന്റെ ശക്തി ഇല്ലാതെ ഒരു പ്രവാചകനും അത് പ്രവചിക്കാൻ കഴിയത്തില്ല. ഇതാണ് അവസ്ഥ. എല്ലാരും പറയുന്നത്, കർത്താവേ ഞങ്ങൾ തീരെ എന്ത് ചെയ്തിരിക്കുന്നു. ആ വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, ഒന്നാമത് വായിച്ച കുറിവാക്യമായിട്ട് വായിച്ച 3 പരാതിയാണ്. ഞങ്ങളുടെ അസ്ഥി എന്ത് ചെയ്തോ, ഉണങ്ങിപ്പോയി. ഞങ്ങളുടെ പ്രത്യാശക്ക് എന്ത് ചെയ്തു, ഭംഗം വന്നുപോയി. ഞങ്ങൾ തീരെ എന്ത് ചെയ്തിരിക്കുന്നു, മുടിഞ്ഞിരിക്കുന്നു. വ്യത്യാസം വരണ്ടയോ? അപ്പൊ പറയുന്നു, നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകട്ടെ എന്നിവിടെ പ്രവചിച്ചു കഴിഞ്ഞാൽ പ്രത്യാശ ഉണ്ടാകുമോ? നിങ്ങൾ മുടിഞ്ഞിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ, മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രവചിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുമോ? വചനം കേൾക്കൂ, ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കൂ. അവന്റെ വഴി നിങ്ങൾ എന്ത് ചെയ്യുവിൻ, ആരാഞ്ഞ് അന്വേഷിച്ച് അതിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുവിൻ. നഷ്ടപ്പെട്ടു പോയ ജീവൻ നിങ്ങൾ മടക്കി ദൈവവചനത്തിൽ നിന്ന് എന്ത് ചെയ്യുവിൻ, പ്രാപിക്കുവിൻ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം അസ്ഥികൾക്കുള്ള ജീവനാണ്. ആ ജീവൻ നിങ്ങളിലേക്ക് പ്രവഹിക്കുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ടുന്നത് എന്ത് ചെയ്യും, കൂട്ടിച്ചേർക്കപ്പെടും. ജീവൻ ഇല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെടത്തില്ല. അസ്ഥികൾ ജീവൻ പ്രാപിച്ചത് എങ്ങനെയാണ്, ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ. ഒരു കുടുംബത്തിലെ തകർച്ചകൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് എപ്പോഴാണ്, പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോഴല്ല, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ഒന്നാമത് ആ വ്യക്തി ജീവിതത്തിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രമമുണ്ടാവും. ആത്മമണ്ഡലത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രമമുണ്ടാവും. സോളിൽ, ദേഹീതലത്തിൽ, മനസ്സിൽ, വിചാരങ്ങളിൽ, വികാരങ്ങളിൽ, ഇച്ഛാശക്തികളിൽ വന്നുപോയ വീഴ്ചകൾ നിമിത്തം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി ജീവിതത്തിന് എന്ത് ചെയ്യും, പരിഹാരം ദൈവത്തിലൂടെ പ്രാപിക്കാൻ കഴിയും. തന്റെ ശരീരത്തിലുള്ള രോഗം എന്നുള്ള കാര്യം അല്ല പ്രധാനം. അതിനപ്പുറത്തേക്ക് ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങൾ, കണ്ണിലൂടെ, ചെവിയിലൂടെ, മൂക്കിലൂടെ, വായിലൂടെ, ത്വക്കിലൂടെ ഉള്ള കാര്യം, സ്പർശനങ്ങൾ എന്നിത്യാദി ഒത്തിരി കാര്യങ്ങളുണ്ട്. രോഗസൗഖ്യം എന്ന് പറയുന്നത് ആത്മാവിലെ സൗഖ്യമാണ് പ്രധാനം. രണ്ടാമത് ദേഹിയിലെ സൗഖ്യമാണ് പ്രധാനം. മൂന്നാമത് ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുടെ സൗഖ്യമാണ് പ്രധാനം. ഇന്ന് ആൾക്കാർ രോഗസൗഖ്യം ദൈവത്തിൽ നിന്നുള്ളത് കേവലം ശരീരത്തിലുണ്ടാകുന്ന ഭൗമികമായ രോഗസൗഖ്യമാണ് മുഖ്യം വച്ച് ദൈവത്തിന്റെ നാമത്തിൽ ശുശ്രൂഷകൾ എന്ത് ചെയ്യുന്നത്. ആ സൗഖ്യം ലഭിച്ചത് കൊണ്ട് ആ വ്യക്തി സ്വർഗത്തിൽ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. സ്വർഗത്തിൽ കാണണമെങ്കിൽ ആത്മതലത്തിലെ രോഗം എന്ത് ചെയ്യണം, സൗഖ്യമുണ്ടാകണം. ദേഹീതലത്തിലെ രോഗം എന്ത് ചെയ്യണം, സൗഖ്യമുണ്ടാകണം. 5 ഇന്ദ്രിയങ്ങളിൽ എന്ത് ചെയ്യണം, സൗഖ്യമുണ്ടാകണം. ആത്മാവിന്റെ ബലം എന്ത് ചെയ്യണം, ഉണ്ടാകണം. ആത്മാവിന്റെ ജീവൻ എന്ത് ചെയ്യണം,
ഉണ്ടാകണം. ജീവിതത്തിലെ യഥാർത്ഥമായ അവസ്ഥ അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തൊട്ട് കഴിയുമ്പോൾ ഇതെല്ലാം ചെതറിക്കിടക്കുന്നതായും ജീവനില്ലാതെ കിടക്കുന്നതായും കൂട്ടിച്ചേർക്കാൻ മാനുഷികമായ യാതൊരു ശക്തിക്കും കഴിയാത്തതുമായും എന്നാൽ ദൈവത്തിന് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നതുമായിട്ട് ഉള്ള അവസ്ഥ ഉള്ളതുപോലെ നീ കാണുമ്പോൾ നീ ഭയന്നു പോകും. ഗ്ലോറി ടു ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം തേച്ച് മിനുക്കി വെള്ള തേച്ചതുപോലുള്ള അനുഭവത്തിൽ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. പക്ഷെ ഉള്ള അവസ്ഥ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ഭയന്നു പോകും. ആരോടാണ് ഇടപെടുന്നത്? ആരോടാണ് ബന്ധം പുലർത്തുന്നത്? ഇല്ലായ്മയിൽ മണ്ണിൽ നിന്ന് നിനക്ക് രൂപത്തെ വിളിച്ചു വരുത്തി തന്ന ദൈവം തന്റെ ആത്മാവിന്റെ പകർച്ച മൂക്കിൽ എന്ത് ചെയ്തു? പകർന്നു നൽകിയത്. ഈ പകർന്നു നൽകിയത് അവരെന്ത് ചെയ്തു? കൊണ്ട് കളഞ്ഞു കുളിച്ചു. തന്നിമിത്തം വീണ്ടും അവരെന്ത് ചെയ്തു? ഇവരുടെ മാംസം മണ്ണോട് ചേർന്നു, അസ്ഥികൾ മാത്രം ചെതറപ്പെട്ട് മരുഭൂമിയിൽ എന്ത് ചെയ്തു? വെയിലടിച്ച് എല്ലാ ജീവനും ഉണങ്ങിപ്പോയ അവസ്ഥയിൽ കിടക്കുകയാണ്. ജീവിക്കണ്ടയോ? മടങ്ങി വരണ്ടയോ? പ്രത്യാശയ്ക്ക് ഭംഗം മാറി പ്രത്യാശയിൽ സമൃദ്ധി വരണ്ടയോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ശരീരത്തിലൊക്കെ നോക്കുമ്പോ ഇതിനെന്താ? ശരീരത്തിൽ എന്താ കുഴപ്പം? മാംസമുണ്ട്, ഞരമ്പുണ്ട്, തൊക്കുണ്ട്, അകത്തുന്നുണ്ട്, ജീവനുണ്ട്. ആ കാര്യമല്ല പറയുന്നത്. വിവേചിച്ചു നോക്കാം. കർത്താവേ, നീ ഞങ്ങളെ വീണ്ടും, സങ്കീർത്തനം 85:6 വരുമ്പോൾ, ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കേണ്ടുന്നതിന് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കല്ലയോ. ആനന്ദിക്കുവാനുള്ള ഏക വഴി എന്താണ്? ജീവൻ. ജീവനില്ലാത്ത ഒരു വ്യക്തിക്കും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആനന്ദിക്കാൻ പറ്റത്തില്ല. അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആനന്ദിക്കാൻ പറ്റത്തില്ല. മറ്റുള്ള വിടുതൽ കൊണ്ടൊന്നും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആനന്ദിക്കാൻ പറ്റത്തില്ല. പുനരുദ്ധാനത്തിന്റെ ജീവൻ നീ പ്രാപിച്ചിട്ടുണ്ടോ? നീ ദൈവസന്നിധിയിൽ നീ ആനന്ദിക്കും. അകത്ത് ജീവനുണ്ടെങ്കിൽ പുറത്ത് ദൈവിക ആനന്ദമുണ്ടാകും. അതാണ് അവിടെ പറയുന്നത്. ഞങ്ങൾ ആനന്ദിക്കുവാനുള്ള ഒരേ ഒരു മാർഗം, നിന്റെ ജീവൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ലഭിക്കണം. നിന്റെ ജീവൻ ലഭിക്കാത്തിടത്തോളം കാലം നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആനന്ദിക്കാൻ കഴിയത്തില്ല. ആൾക്കാരും പല സ്ഥലങ്ങളിലും പല രീതിയിൽ എന്ത് ചെയ്യും? ആനന്ദിക്കുന്നവരാണ്. പക്ഷെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ആനന്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓർത്തോണം, അകത്തെന്തില്ല? ആ ജീവൻ നഷ്ടപ്പെട്ടു പോയതിന്റെ കാര്യം എന്താണ്? വചനം എന്ത് ചെയ്തില്ല? കേട്ടില്ല. വചനത്തിന്റെ വഴികൾ അറിയാൻ എന്ത് ചെയ്തില്ല? ആഗ്രഹിച്ചില്ല. 25-ാം സങ്കീർത്തനത്തിൽ പറയുന്നതാണ്, താഴ്മയുള്ളവർക്ക് ദൈവം തന്റെ വഴി വെളിപ്പെടുത്തി കൊടുക്കും. ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ വഴി വെളിപ്പെടുത്തി കൊടുക്കും. ഇസ്രായേൽ മക്കൾ മിസ്രൈം അടിമത്വത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുപോകുമ്പോൾ 30 ലക്ഷത്തോളം പേരും അവരെ നയിക്കേണ്ടതിന് ദൈവം തെരഞ്ഞെടുത്ത മോശ. നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, ഇസ്രായേൽ മക്കൾ അത്ഭുതം എന്ത് ചെയ്തു? കണ്ടു. മോശയോ വഴി കണ്ടു. നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് അത്ഭുതമാണോ കാണാൻ ഇഷ്ടം? വഴിയാണോ കാണാൻ ഇഷ്ടം? ഇവിടെ പറയുന്ന വഴി ഭൂമിയിൽ ഭൗമികമായ കാര്യങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന വഴി തുറന്നു വരുന്ന കാര്യമല്ല, സിയോനിലേക്കുള്ള വഴി. ഹല്ലേലൂയ. കനാനിലേക്കുള്ള വഴി. മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തത് കനാനിലേക്കുള്ള വഴി. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ 30 ലക്ഷം പേർ അത്ഭുതം പ്രാപിച്ചുവെങ്കിൽ അവർ മരുഭൂമിയിൽ എന്ത് ചെയ്തു? പട്ടുപോയി. കർത്താവെ, ഞങ്ങളുടെ ഈ ജീവിതം ദൈവികമായ ഭൗമികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അനുഭവിച്ച് ഈ ലോകത്തിൽ പട്ടുപോകുന്ന അനുഭവമല്ല, ഞങ്ങൾക്ക് നിത്യ കനാനെ കുറിച്ചിട്ടുള്ള വഴി വെളിപ്പെടുത്തി തരണം. യേശു വിളിച്ചു പറഞ്ഞു, നിത്യ കനാനിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി ഞാനാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ നിങ്ങൾ കനാനിൽ എന്ത് ചെയ്യത്തില്ല? എത്തത്തില്ല. പിതാവിന്റെ അടുക്കൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? എത്തത്തില്ല. അപ്പോൾ ഇവിടെ ജനം ഹനനയാഗം ചെയ്യാനും ഹോമയാഗം ചെയ്യാനും ഒക്കെ എന്ത് ചെയ്തു? വളരെ ഉത്സാഹമുള്ളവരായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം കേൾക്കാൻ അവർക്ക് എന്തില്ല? താല്പര്യമില്ല. ദൈവത്തിന്റെ വഴി തിരിച്ചറിയാനായിട്ടുള്ള താല്പര്യം അവർക്ക് ഇല്ലാതെ പോയി. അത് കാരണം അവർ നന്നായിരിക്കുക എന്നുള്ളതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? സംഭവിച്ചു എന്നുള്ളത് മാത്രമല്ല, വീണ്ടും മടക്കി ചേർക്കാൻ മറ്റാർക്കും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത രീതിയിലും ദൈവസന്നിധിയിൽ അതിന് സാധ്യമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്തു? പ്രവാചകൻ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുമ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യകരങ്ങൾക്കും പരിഹാരം വരുത്താൻ കഴിയത്തില്ലെങ്കിലും ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തേണ്ടുന്നത് പോലെ ക്രമപ്പെടുത്തിയാൽ നിന്റെ ജീവിതത്തെ വീണ്ടും പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാക്കി തീർക്കുവാൻ, ദൈവം സകലത്തെയും മടക്കി തരുവാൻ തക്കവണ്ണം പുതുജീവനും പുതു സമൃദ്ധിയുടെ അനുഗ്രഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധ്യമാണ് എന്നുള്ള കാര്യം ദൈവവചനത്തിലൂടെ
ഉറപ്പ് പരിശുദ്ധാത്മാവ് തരികയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ നന്നായിരിക്കേണ്ടുന്നതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യുവിൻ? നടപ്പിൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. എന്നാൽ അവർ അനുസരിക്കുകയോ? കണ്ടോ, എന്തു ഭയാനകമായ അവസ്ഥയാണ്. അവരെന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി ആൾക്കാർക്ക് യേശുവിന്റെ നാമത്തിലെ വിടുതലാണ് ആഗ്രഹം. നാമത്തിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ഭൂതങ്ങൾ വിട്ടുപോകും. പക്ഷെ യേശുവിന്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. നിത്യജീവന്റെ ശക്തി ഇരിക്കുന്നത് വചനത്തിലാണ്. ഗ്ലോറി ടു ഗോഡ്. വചനം ഏറ്റെടുക്കുമ്പോൾ ജീവൻ ഏറ്റെടുക്കുകയാണ്. കർത്താവ് അത് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾക്കുള്ള നിത്യജീവൻ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവ് കൂടിയാണ്. എന്താത്മാവാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ്? വചനം. വചനമാണ് ദൈവം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറട്ടെ. അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചന, ഭയങ്കര അപകടമാണ്. സ്വന്തം ആലോചന അപകടത്തിൽ പോകും. പിന്നെ പറയുന്ന എന്താണ്? ദുശ്ശാഠ്യം. ദുഷ്ടഹൃദയത്തിലെ സ്വന്തം ആലോചനയും ദുശ്ശാഠ്യവും നിമിത്തം അവർ നടന്നു. അവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. മുൻപിലേക്കല്ല, പുറകിലോട്ട് തന്നെ പോകണം. അവർ ചിന്തിക്കുന്ന എന്താണ്? ഞങ്ങൾ നടക്കുന്ന എങ്ങോട്ടാണ്? മുമ്പിലോട്ടാണ്. പക്ഷെ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? പുറകിലോട്ട്. പുറകിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും പുറകിലോട്ട് നടക്കുന്നവരാണോ? നമ്മളാരും പുറകിലേക്ക് നടക്കുന്നവരാണോ? പക്ഷെ ദൈവത്തിന്റെ അടുക്കലേക്കല്ല എന്ത് ചെയ്യുന്നത്? നടക്കുന്നതെങ്കിൽ നമ്മൾ നടക്കുന്നത് എങ്ങോട്ടാണ്? ദൈവത്തിൽ നിന്ന് പുറകിലേക്കാണ്. പിന്മാറ്റം. അപ്പൊ നന്നായിരിക്കണമെങ്കിൽ മുമ്പിലോട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യണം? വരണം. ദൈവശബ്ദം എന്ത് ചെയ്യണം? കേൾക്കണം. കേൾക്കുക മാത്രം പോരാ, അനുസരിക്കുകയും ദൈവ വഴി എന്ത് ചെയ്യണം? അറിയുകയും ആ വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നടക്കുകയും ചെയ്യുമ്പോൾ അവസ്ഥകൾക്ക് എന്ത് ചെയ്യും? മാറ്റം. ഒരു പ്രവാചകനെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്, അവസ്ഥകൾക്ക് മാറ്റം തരുന്ന ദൈവം എന്ന് പറഞ്ഞ് പ്രവചിച്ചു കഴിഞ്ഞാലൊന്നും അവസ്ഥകൾക്ക് എന്ത് ചെയ്യത്തില്ല? മാറ്റം തരത്തില്ല. വ്യവസ്ഥയുണ്ട്. അവസ്ഥകൾക്ക് മാറ്റം എന്ത് ചെയ്യത്തില്ല? ഒറ്റ പദം കൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. വ്യവസ്ഥ. നമ്മുടെ ദൈവം അവസ്ഥ കണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരുടെയും അവസ്ഥ കണ്ട് ദൈവം എന്ത് ചെയ്താൽ പോരെ? പ്രവർത്തിച്ചാ പോരെ? അവസ്ഥ കണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. വ്യവസ്ഥ ചെയ്യുമ്പോൾ ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ദൈവം നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. 25-ാമത്തെ വാക്യം, നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ അധികാലത്തും ഇടവിടാതെയും പ്രവാചകന്മാരായ എന്റെ സകലദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ പോലും ദൈവം അധികാലത്തെയും ഇടവിടാതെയും പ്രവാചകന്മാരെ അയച്ചിട്ട് ഈ പറയപ്പെട്ട കാര്യത്തിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ എന്ത് ചെയ്തു? ദൈവം ശ്രമിക്കുകയാണ്. പുതിയ നിയമസഭയിൽ ദൈവം ചെയ്യുന്ന എന്താണ്? പഴയ നിയമ കാലഘട്ടത്തിൽ അധികാലത്തെയും എല്ലായ്പ്പോഴും പ്രവചിക്കേണ്ടുന്നതിന് പ്രവാചകന്മാരെ അയച്ചെങ്കിൽ പുതിയ നിയമസഭയിൽ ദൈവം പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുകയാണ്? അയക്കുകയാണ്. പരിശുദ്ധാത്മാവ് സഭയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ആശീർവാദത്തോടുകൂടി, പരിശുദ്ധാത്മാവിന്റെ സംസർഗം സഹവാസവും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ള ആശീർവാദത്തോടു കൂടി ഒരു വ്യക്തി പോകുമ്പോൾ അവൻ പോകുന്ന ഇടത്തൊക്കെയും പരിശുദ്ധാത്മാവ് അവൻ എന്ത് ചെയ്യുന്നു? ഓർമ്മപ്പെടുത്തും. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ആദികാലം മുതൽ സദാസമയവും പ്രവാചകന്മാർ തന്റെ ജനത്തെ എന്ത് ചെയ്തു? ഓർമ്മപ്പെടുത്തിയെങ്കിൽ പുതിയ നിയമത്തിൽ അതിനെക്കാട്ടിലും തീക്ഷ്ണമായി ദൈവത്തിന്റെ ആത്മാവ് എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും എവിടെ ആയിരുന്നാലും ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദുശാഠ്യത്തിൽ നിന്ന് മാറുവാൻ, സ്വന്തം ആലോചനകളിൽ നിന്ന് മാറുവാൻ, ദൈവത്തിന്റെ വഴിയിലേക്ക് കാൽച്ചുവടുകളെ വയ്ക്കുവാൻ, അവന്റെ വചനങ്ങളെ ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ, അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടുന്നതിന് അകത്തെ ആത്മാവിനെ സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ പ്രാപിച്ച് ഉണങ്ങിയ അസ്ഥികളായിട്ട് ഇങ്ങനെ ചെതറിക്കിടക്കുന്ന അനുഭവത്തിലല്ല, ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സമൂഹമായി, ഒരു സൈന്യമായി, ദൈവത്തിന് വേണ്ടി രൂപപ്പെട്ടു വരുന്ന ഒരു സഭയായി എഴുന്നേറ്റ് വരുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. 26-ാം വാക്യം, എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു. ഇവിടെയൊക്കെയാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഈ വചനത്തിലൂടെ ഒന്ന് ശോധന ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യം. ശിക്ഷാവിധി വന്നതിന്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. ആൾക്കാർക്ക് എന്ത് വേണം? ശിക്ഷാവിധി വന്നതിന്റെ കാരണമൊന്നും എന്ത് ചെയ്യണ്ട,
ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങൾക്ക് എന്ത് വേണം? താൽക്കാലികമായി പെട്ടെന്നൊരു പരിഹാരം എന്ത് ചെയ്യണം? ഉണ്ടാകണം. താൽക്കാലികമായി പെട്ടെന്നുണ്ടാകുന്ന ഒരു പരിഹാരം അതുപോലെ തന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും? നശിച്ചു പോകും. നിലനിൽക്കണമെങ്കിൽ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, ഇലവാടാത്തതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കണമെങ്കിൽ ക്രമപ്പെടുത്തേണ്ടിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. ആറ്റരികത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷം, അതിന്റെ വേരുകൾ എവിടെ ഇരിക്കുന്നു? വെള്ളത്തിൽ. ഈ വെള്ളം എന്തിനാണ് ചിത്രീകരിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധൻ. ജീവിതത്തിൽ ആ ശോഭ, ആത്മമണ്ഡലത്തിൽ ആ ശോഭ, ദൈവികമായ തേജസ് വെളിപ്പെടണമെങ്കിലുള്ള മാർഗം അത്. ദൈവത്തിന്റെ ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ജീവന്റെ സമൃദ്ധി എന്ത് ചെയ്യണം? നമ്മൾ പ്രാപിക്കണം. ഇല്ലെങ്കിൽ ഉണങ്ങി വരേണ്ടതായി, തമ്മിൽ ചേരാതെ ചെതറപ്പെട്ടതായി, ഇനി ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിൽ ഈ അസ്ഥികൾ കൊണ്ട് ചേർന്ന് ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അവന്റെ അസ്ഥികൾ ചെതറപ്പെട്ടത് അത് മാത്രമായിട്ട് ഇങ്ങനെ കൂടി കിടക്കുകയാണ്. ഇത് എല്ലാം കൂടെ എന്ത് കൂടിക്കുഴഞ്ഞ് ഒരു അവിയല് പരുവത്തിൽ ചെതറപ്പെട്ട് കിടക്കുകയാണ്. മാനുഷ്യമായ കൈ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേർക്കാൻ പറ്റത്തില്ല. അത് മറ്റൊരാളുടെ കൈ എന്ത് ചെയ്യും? ആവും. ദൈവം തന്നെ എന്ത് ചെയ്യണം? നിനക്കൊരു രൂപം, ദൈവപ്രവൃത്തിയുടെ ഒരു രൂപം നിന്റെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ ദൈവം തന്നെ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കണം. ചെതറിപ്പോയതിന്റെ കാരണമാണ് നമ്മൾ ഇവിടെ വായിച്ചു വരുന്നത്. സമയം പോരാല്ലോ, വിഷയത്തിലോട്ട് നമുക്ക് ഗാനമായിട്ട് വരാനും എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്കത് പിന്നത്തേതിൽ നമുക്ക് ചിന്തിക്കാം. ഈ എടുത്ത ഭാഗത്തിൽ തന്നെ, യിരെമ്യാവിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് വീണ്ടും ബാക്കിയുള്ള ഭാഗത്തിലേക്ക് നമുക്ക് വരാം. 27-ാം വാക്യം, ഈ വചനങ്ങളെ ഒക്കെ നീ അവരോട് പറയുമ്പോൾ അവർ നിനക്ക് എന്ത് ചെയ്യില്ല? ചെവി തരികയില്ല. ദൈവം അഡ്വാൻസ് ആയിട്ട് യിരെമ്യാ പ്രവാചകനോട് എന്ത് ചെയ്യുന്നു? പറയാണ്, നീ ഈ കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചാലും ജനം എന്ത് ചെയ്തില്ല? ചെവി തരില്ല. അഡ്വാൻസ് ആയിട്ട് ദൈവം ജനത്തെ എന്ത് ചെയ്തു? അറിഞ്ഞിട്ട്, എന്നിട്ടും അവർക്കൊരു ചാൻസ് എന്ത് ചെയ്യാണ്? ചെവി തന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു ചെവി ഈ ശബ്ദം കേൾക്കാൻ തുറന്നിരിപ്പുണ്ടെങ്കിൽ അവനെ രക്ഷിക്കണമെന്നുള്ള ഒരൊറ്റ ദൗത്യത്തിലാണ് ദൈവം പ്രവാചകൻ എന്ത് ചെയ്യുന്നത്? അയക്കുന്നത്. ലോകപ്രകാരമുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രവചിച്ചാൽ എല്ലാ ചെവിയും എന്ത് ചെയ്യും? തുറന്നിരിക്കും. പക്ഷെ യഥാർത്ഥമായ ദൈവിക ആലോചനയുടെ പ്രവചനം പ്രവചിക്കുമ്പോൾ ചെവി എന്ത് ചെയ്തില്ല? തുറക്കത്തില്ല. ഭൗമികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ പ്രവചിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിൽ പോയി എന്ത് ചെയ്യും? ഇടിക്കും. പിന്നെ അവിടെ നിന്ന് താഴോട്ട് ഇറക്കാൻ വലിയ പാടാണ്. പക്ഷെ യഥാർത്ഥമായ ദൈവിക വചനത്തെ പറയുമ്പോൾ പാതാളത്തിന്റെ അടിത്തട്ടിലേക്ക് പിശാച് കൊണ്ടിരുത്തും. ജയം പ്രാപിച്ചോണം. ദൈവത്തിന് മനസ്സിലായി ഈ കാര്യം നീ പ്രവചിച്ചു കഴിഞ്ഞാൽ ജനം എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല, മടങ്ങി വരത്തില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന, നീ അവരെ വിളിക്കുമ്പോൾ അവരെന്ത് ചെയ്യില്ല? ഉത്തരം പറയത്തില്ല, ചെവിയും തരത്തില്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പിന്നെ എന്ത് ചെയ്യില്ല? ഒരു മിണ്ടാട്ടവും ഇല്ല, ഒന്നും മിണ്ടത്തില്ല. അല്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യും? ഭയങ്കര സംസാരം. പക്ഷെ ദൈവികമായ കാര്യങ്ങളെ കുറിച്ച് തിരുത്താൻ ശ്രമിക്കുമ്പോൾ ആ തിരുത്താൻ ശ്രമിക്കുന്ന അനുഭവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിശ്വാസി മൗനം പാലിക്കും. പുറകിൽ ഒരു ദുരാത്മാവ് എന്ത് ചെയ്യുന്നു? വലിക്കുന്നത് കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. എന്നാൽ നീ എങ്ങനെയുള്ളവരോട്? ചെവി തരാത്തവരോടും ദൈവിക ആലോചനയുടെ മുമ്പിൽ മൗനം പാലിക്കുന്നവരോടും നീ പറയേണ്ടുന്നത്, തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുകയോ ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാകുന്നു ഇത്. വിശ്വസ്തത നശിച്ച് അവരുടെ വായിൽ നിന്നും നിർമൂലമായിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുകൊള്ളുന്ന അനുഭവം എന്ത് ഉണ്ടാവും? പ്രിയമുള്ളവരെ, വചനം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ളത്, ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത്. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും തുളച്ച് അത് അങ്ങ് അപ്പുറത്ത് പോകും. അപ്പൊ കുത്തുകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അപ്പുറത്ത് പോകണം. തുളച്ചെന്ത് ചെയ്യും? അതാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ കുത്തുകൊള്ളുന്നു എന്ന് പറയുന്നത് വളരെ തുടക്കമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? തുളച്ചങ്ങ് അപ്പുറത്ത് പോകും. അതാണ് ശരിക്കും ശുശ്രൂഷ. അപ്പോഴാണ് ഒരു വ്യക്തിക്ക് ആത്മാവ് എന്താണെന്നും പ്രാണൻ എന്താണെന്നും ദേഹം എന്താണെന്നും മനസ്സിലാവണം. കാരണം വചനമാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ആത്മാവിനെയും പ്രാണനെയും സന്ധിവെച്ചകളെയും വേർപെടുത്തി കാണിച്ചു തരാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. മെഡിക്കൽ സയൻസിൽ എക്സ്റേ എടുക്കുമ്പോൾ അസ്ഥികളുടെ കാര്യം എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. സ്കാൻ ചെയ്യുമ്പോൾ ബോഡിയിലുള്ള കാര്യങ്ങളുടെ കുഴപ്പങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. പക്ഷെ ദൈവം തന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് തന്റെ ആത്മാവിനെ മനുഷ്യന് കൊടുത്തിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിലെ കാര്യം അറിയണമെങ്കിൽ
ദൈവവചനത്തിലൂടെ കടത്തിവിടുമ്പോൾ മാത്രമേ ആത്മാവിന്റെ അവസ്ഥ അറിയാൻ പറ്റൂ. ദൈവത്തിന്റെ കൈ തൊട്ടപ്പോൾ താഴ്വാരത്തിൽ കൊണ്ട് നിർത്തി ആത്മമണ്ഡലത്തിൽ കൊണ്ട് നിർത്തുമ്പോൾ ആത്മാവിന്റെ ഉള്ള അവസ്ഥ എന്ത് ചെയ്യും? അറിയും. ചേരാത്ത അനുഭവം, കൂടിച്ചേർക്കപ്പെടാത്ത അനുഭവം. ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ വിശ്വാസത്തിലേക്ക്, ആദ്യ പ്രത്യാശയിലേക്ക്, ആദ്യ ആരാധനയിലേക്ക്, ആദ്യ പ്രാർത്ഥനകളിലേക്ക്, ആദ്യ ഉപവാസങ്ങളിലേക്ക്, ആദ്യത്തെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് മടങ്ങി വരിക. ചതറിക്കിടന്ന അനുഭവങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കപ്പെടണം. ഭിന്നിച്ചുപോയ അനുഭവങ്ങൾ എന്ത് ചെയ്യണം? മാറണം. കുടുംബ പ്രാർത്ഥനകൾ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. വ്യക്തി ജീവിതങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. സഭാജീവിതത്തിലെ കൂട്ടായ്മ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഭവനത്തിലെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ടാകണം. ആരാധനയുടെ ശബ്ദം ഉയരണം ദൈവ ഭവനത്തിൽ, ദൈവസഭയിൽ. ഇതൊക്കെ ഉണ്ടാകുന്നതാണ് എന്ത്? യഥാസ്ഥാനപ്പെടുക എന്ന് പറയും. നിന്റെ ജീവനിൽ ഞങ്ങൾ എന്ത് ചെയ്യണമേ? വീണ്ടും ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ആ അവസ്ഥയിൽ ഇരിക്കാനല്ല ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. ഞാൻ ആ അവസ്ഥയ്ക്ക് മാറ്റം എന്ത് ചെയ്യും? വരുത്തും. അപ്പോൾ വിശ്വസ്തത നശിച്ച് അവരുടെ വായിൽ നിന്നും നിർമൂലമായിരിക്കുന്നു. അപ്പോൾ പ്രവാചകനോട് പറയുന്നു, നിന്റെ തലമുടി കത്രിച്ചെറിഞ്ഞു കളക, മൊട്ടക്കുന്നിന്മേൽ കയറി വിലാപം കഴിക്കുക. യഹോവ തന്റെ ക്രോധത്തിന്റെ സന്തതിയെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞു. കണ്ടോ? ഈ യെഹെസ്കേൽ കണ്ട കാഴ്ച ഈ ജനത്തെ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ക്രോധത്തിൽ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഈ അസ്ഥികളുടെ താഴ്വാരം അവിടെ എന്ത് ചെയ്തേ? ഉണ്ടായത്. ദൈവം തള്ളിക്കളഞ്ഞവരാ. അവരെ വീണ്ടും പ്രത്യാശയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ദൈവത്തിന് സാധ്യമാണെന്ന് പ്രവാചകൻ എന്ത് ചെയ്യുന്നു? പ്രവചിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഒരു ജീവനുമില്ലാത്ത അസ്ഥിയോട് ദൈവത്തിന്റെ വചനം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറിയ ഒരു കാര്യമാണ്. പക്ഷെ ആ ശുശ്രൂഷ ആര് ചെയ്തു? പ്രവാചകൻ ചെയ്തു. യഥാർത്ഥ പ്രവാചകൻ ഒരു ജീവനുണ്ട് ശകലം പോലും അംശം പോലും തൊട്ടു തേക്കാത്ത ആത്മാക്കളോട് ദൈവത്തിന്റെ ജീവന്റെ വചനം പ്രസംഗിക്കാൻ എന്ത് ചെയ്യണം? കഴിയണം. ജീവനില്ല, ഉണങ്ങി വരണ്ടുപോയി. ആ ഉണങ്ങി വരേണ്ട അനുഭവത്തിൽ നിന്ന് മടക്കിയെടുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്യുക? നീ പ്രവചിക്ക, നീ പ്രസ്താവിക്ക, നീ അത് വെളിപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ ഈ ഉണങ്ങി വരേണ്ട അവസ്ഥയ്ക്ക് ഒരു മാറ്റം എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. ഉണങ്ങ അസ്ഥികള് ജീവിച്ചു വരിക എന്ന് പ്രവചിക്കാൻ ആർക്കും പറ്റൂല. ദൈവം പറഞ്ഞ അതല്ല, ഞാൻ പറയുന്ന കാര്യം നീ അസ്ഥിയെ നോക്കി എന്ത് ചെയ്യണം? പറയണം. ഹല്ലേലൂയ. ആലോചിച്ചോ, ജീവനോടെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് സുവിശേഷം പറയാനേ ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യവചനം പ്രസംഗിക്കാൻ വലിയ പാടാണ്. അപ്പോ പ്രവാചകന് അസ്ഥികളുടെ അടുത്ത് എങ്ങനെ പ്രവചിക്കും? പക്ഷെ പ്രവചിച്ചു. അപ്പോൾ ഇവിടെ കാര്യം മനസ്സിലായില്ല, എന്തുകൊണ്ടാണ് ചെതറിപ്പെട്ടു പോയതെന്ന്. വീണ്ടും ആ ഭാഗത്തിൽ മുമ്പിലോട്ട് വരാം. 30-ാം വാക്യം. യഹൂദാപുത്രന്മാർ എനിക്ക് അനിഷ്ടമായത് ചെയ്തു എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മക്കൾ, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ എന്ത് ചെയ്തു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ മലിനമാക്കുവാൻ തക്കവണ്ണം അവർ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ അതിൽ പ്രതിഷ്ഠിച്ചു. ദൈവത്തെ ആരാധിക്കേണ്ടുന്നതിന് ദൈവം വിശുദ്ധീകരിച്ച സ്ഥലത്തിൽ അവർ അവരുടേതായിട്ടുള്ള വിഗ്രഹങ്ങളെ എന്ത് ചെയ്തു? കൊണ്ടുവന്ന് എവിടെ വെച്ചു? ദൈവത്തെ ആരാധിക്കുന്ന ആലയത്തിൽ വെച്ചു. ഇന്ന് ആരാധിക്കുന്ന ആരാധകന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം പ്രവചിക്കുന്ന പ്രവാചക ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്ററൽ കോളിംഗ് ഉള്ളവർ അറിയുന്നില്ല ജനത്തിന്റെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ ദൈവം അവരെന്ത് ചെയ്തു? ആലയത്തിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ശുശ്രൂഷിക്കുന്നവർ പോലും അറിഞ്ഞില്ല. അത് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കൽപ്പന കൊടുക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മോശ കാത്തിരുന്നിട്ട് മലയിൽ നിന്ന് മോശ ഇറങ്ങി വരാൻ താമസിച്ചത് നിമിത്തം അവർ അഹരോനോട് പറയുകയാണ്, ഞങ്ങൾക്ക് മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആരാ ഉണ്ടാക്കി കൊടുത്തത്? ആരാധനയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചാക്കി വെച്ചിരുന്ന അഹരോൻ തന്നെ എന്ത് ചെയ്തു? വിഗ്രഹത്തെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് താൻ കൈമലർത്തുകയാണ്, ഞങ്ങൾ ഈ പൊന്നിനെ എന്ത് ചെയ്തു? തീക്കകത്തോട്ട് ഇട്ടപ്പോൾ അത് കാളയായിട്ട് പുറത്തു വന്നു. പച്ച കള്ളം സാക്ഷ ഉണ്ടാക്കി വാർത്ത ഉണ്ടാക്കിയിട്ട് പറയുന്നു, ഇതിനെ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ, ഇത് പുറത്തെന്ത് ചെയ്തു? വന്നപ്പോഴോ ഈ അഹരോൻ ആരാധന നയിക്കേണ്ടുന്നതിനാക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ അവിടെ പറയുന്ന കാര്യം എന്താണ്? നാളെ യഹോവയ്ക്ക് ആരാധന എന്ന് പറഞ്ഞിട്ട് അർപ്പിച്ചത് ആർക്കായിരുന്നു? കാളക്കുട്ടി. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദൈവത്തിന്റെ ആലയത്തിനകത്ത് ആൾക്കാരുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ എന്ത് ചെയ്തു?
ദൈവത്തെക്കാൾ മറ്റ് എന്തിനേയും ഉയർത്തി വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുമ്പോൾ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക്കാരനും അറിയുന്നില്ല, പ്രാപിക്കുന്ന വിശ്വാസിയും അറിയുന്നില്ല. വിഗ്രഹത്തെ വെച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നതെന്ന് അവരെന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ദൈവം എന്ത് ചെയ്തു? അവരെ കൈവിട്ടു. ഇവിടെ വായിക്കുന്ന വാക്യത്തിൽ 31-ാമത്തെ വാക്യത്തിൽ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടുന്നതിന് അവർ ബെൻഹിന്നോ താഴ്വരയിലുള്ള തേഫോത്തിലെ പൂജാഗിരികളെ പണിതിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചതല്ല, എന്റെ മനസ്സിൽ തോന്നിയതുമല്ല. അതുകൊണ്ട് ഇനി അതിന് തോഫേത്തെന്നും ബെൻഹിന്നോം താഴ്വര എന്നും പേർ പറയാതെ കുലത്താഴ്വര എന്ന് പേർ വിളിക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അതേ സ്ഥലത്തിലാണ് ആ ന്യായവിധിക്കപ്പെട്ട അസ്ഥികൾ എന്ത് ചെയ്ത് ചെതറപ്പെട്ട് കണ്ടത്. അപ്പോൾ ചെതറപ്പെടാൻ കാരണം എന്താണെന്നാണ് മേളിലോട്ട് നമ്മൾ ഇത്ര നേരം എന്ത് ചെയ്ത് വായിച്ചു വന്നത്. നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയമായ ആ ഒരു രൂപം, ഗ്ലോറി ടു ഗോഡ്, അസ്ഥിക്ക് ശരീരത്തിലെ മാംസത്തിന് എന്ത് രൂപത്തെ കൊടുക്കാൻ കഴിയുന്നത് പോലെ ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞെന്താ? നീ എന്റെ അസ്ഥികളെ ഒടിച്ചു. അസ്ഥിക്ക് രൂപഭംഗി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. എന്താണ്? പാപം നിമിത്തം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു രൂപം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ആ രൂപം വികൃതമായാൽ എന്തോ ഒരു ഭയാനകരമാണ്. ദൈവമക്കൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരണം. ഇവിടെ അസ്ഥികൾ ചിതറപ്പെട്ടതായി കണ്ടതിന്റെ സന്ദർഭമാണ് യിരെമ്യാവിൽ നമ്മൾ എന്ത് ചെയ്ത് വായിച്ചത്. ഇത് ആരോടുള്ള വാണിംഗ് കൂടെയാണ്? നമ്മളോട് കൂടിയുള്ള. അപ്പോ നമ്മൾ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് വരണ്ടു പോകാതിരിപ്പാൻ നമ്മൾ ക്രമപ്പെടുത്തേണ്ടുന്ന മേഖലകൾ ക്രമപ്പെടുത്തിയാൽ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം എന്ത് ചെയ്യത്തില്ല? വരികയില്ല. നിങ്ങളുടെ ആദ്യ സ്നേഹം എന്ത് ചെയ്യത്തില്ല? നഷ്ടപ്പെട്ടു പോകത്തില്ല. ആദ്യ വിശ്വാസം എന്ത് ചെയ്യത്തില്ല? നഷ്ടപ്പെട്ടു പോകത്തില്ല. ആരംഭ സമയത്തിലെ ദൈവ പ്രവൃത്തി എന്ത് ചെയ്യത്തില്ല? നഷ്ടപ്പെട്ടു പോകത്തില്ല. അതിൽ നിന്ന് വളരണം. ഞാൻ നിന്റെ പ്രവൃത്തി എന്ത് ചെയ്യുന്നു? അറിയുന്നു. ദൈവം പ്രശംസിക്കുക. പക്ഷെ പിന്നത്തേതിലോ ആ പ്രയത്നത്തെ ദൈവം ആ ആദ്യ പ്രയത്നത്തിലേക്ക് നീ എന്ത് ചെയ്യണം? മടങ്ങി വരണം. ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ആദ്യത്തെ പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഈ ഉണങ്ങി വരേണ്ട അനുഭവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? മാറ്റമുണ്ടാകണം. ആത്മാവിൽ നിറഞ്ഞ് ആ ജീവനിൽ എന്ത് ചെയ്യണം? ഒരു സൈന്യമായി ദൈവസഭ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിൽക്കണം. ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ ഞാനും നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് ശോഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഘനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.